അധ്യായം 15. സാവൂൾ കൽപ്പന ലംഘിക്കുന്നു. സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അതിനാൽ കർത്താവിൻ്റെ വചനം കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ എതിർത്തതിന് ഞാൻ അമലേക്യരെ ശിക്ഷിക്കും. ആകയാൽ നീ പോയി അമലേക്യരെയെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക. ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെയും കൊന്നുകളയുക. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി തെലായിമിൽ വെച്ച് അവരെ എണ്ണി തിട്ടപ്പെടുത്തി. 2,00,000 കാലാൾപ്പടയും യൂദാഗോത്രക്കാരായ 10,000 പേരും ഉണ്ടായിരുന്നു. അനന്തരം സാവൂൾ അമലേക്യരുടെ നഗരത്തിൽ ചെന്ന് ഒരു താഴ്വരയിൽ പതിയിരുന്നു. കേന്യരോട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അമലേക്യരോടൊപ്പം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പൊയ്ക്കൊള്ളുവിൻ. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചല്ലോ. അങ്ങനെ കേന്യർ അമലേക്യരുടെ ഇടയിൽ നിന്ന് മാറി താമസിച്ചു. സാവൂൾ ഹവില മുഴുവൻ ഈജിപ്തിനു കിഴക്ക് ഷൂർ വരെയുള്ള അമലേക്യരെയെല്ലാം സംഹരിച്ചു. അമലേക്യരുടെ രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടിച്ച് ജനത്തെ അപ്പാടെ വാളിനിരയാക്കി. എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ തടിച്ച മൃഗങ്ങൾ കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയെയും ഉത്തമമായവയുമൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. നിന്ദ്യവും നിസ്സാരവുമായവയെ അവർ നശിപ്പിച്ചു. കർത്താവ് സാമുവേലിനോട് അരുളിച്ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എന്നിൽ നിന്ന് അകലുകയും എൻ്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. സാമുവേൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. സാവൂളിനെ പ്രഭാതത്തിന് മുൻപേ കാണാൻ സാമുവേൽ നേരത്തെ എഴുന്നേറ്റു. എന്നാൽ സാവൂൾ കാർമലിലെത്തി തൻ്റെ വിജയസ്തംഭം നാട്ടിയിട്ട് ഗിൽഗാലിലേക്ക് മടങ്ങിപ്പോയെന്ന് സാമുവേലിന് അറിവ് കിട്ടി. അവൻ സാവൂളിൻ്റെ അടുത്തെത്തി. സാവൂൾ പറഞ്ഞു, അങ്ങ് കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ. ഞാൻ കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, എൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രിയിടലും എന്താണ് അർത്ഥമാക്കുന്നത്? സാവൂൾ പ്രതിവചിച്ചു, ജനം അമലേക്യരിൽ നിന്ന് കൊണ്ടുവന്നതാണവ. നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ അവർ ആടുകളിലും കാളകളിലും നിന്ന് നല്ലത് സൂക്ഷിച്ചു. ശേഷിച്ചവയെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. നിർത്ത്, സാമുവേൽ പറഞ്ഞു. കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞതെന്തെന്ന് ഞാൻ അറിയിക്കാം. പറഞ്ഞാലും സാവൂൾ പ്രതിവചിച്ചു. സാമുവേൽ ചോദിച്ചു, സ്വന്തം ദൃഷ്ടിയിൽ നിസ്സാരനെയെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ? ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു. പിന്നീട് കർത്താവ് ഒരു ദൗത്യമേൽപ്പിച്ചുകൊണ്ട്, പോയി പാപികളായ അമലേക്യരെയെല്ലാം നശിപ്പിക്കുക. അവർ നശിക്കുന്നതുവരെ അവരോട് പോരാടുക എന്ന് നിന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത്? കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിന് അനിഷ്ടമായത് ചെയ്തതെന്തിനാണ്? സാവൂൾ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ വാക്കനുസരിച്ചു. കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി. അമലേക്യ രാജാവായ അഗാഗിനെ ഞാൻ പിടിച്ചുകൊണ്ടുവന്നു. അമലേക്യരെയെല്ലാം നശിപ്പിച്ചു. നശിപ്പിക്കപ്പെടേണ്ട കൊള്ളവസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ജനം ഗിൽഗാലിൽ കൊണ്ടുവന്നു. സാമുവേൽ പറഞ്ഞു, തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം. മാത്സ്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തുപോയി. ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചു. കർത്താവിൻ്റെ കൽപ്പനകളെയും അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റു ചെയ്തു. അതിനാൽ എൻ്റെ പാപം ക്ഷമിക്കണമെന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് അങ്ങ് എന്നോട് കൂടെ വരണമെന്നും ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു. സാവൂൾ പറഞ്ഞു, ഞാൻ നിന്നോടൊത്ത് വരില്ല. നീ കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സാമുവേൽ മടങ്ങിപ്പോകാൻ തിരിഞ്ഞപ്പോൾ സാവൂൾ അവൻ്റെ മേലങ്കിയുടെ വിളമ്പിൽ പിടിച്ചു നിർത്തി. അത് കീറിപ്പോയി. സാമുവേൽ പറഞ്ഞു, ഇന്ന് കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം നിന്നിൽ നിന്ന് വേർപെടുത്തി നിന്നേക്കാൾ ഉത്തമനായ ഒരു അയൽക്കാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുതപിക്കുകയോ ഇല്ല. അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേലരുടെയും മുൻപിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ എന്നോടൊത്ത് വരണമേ. സാമുവേൽ അവനോട് കൂടെ പോയി. സാവൂൾ കർത്താവിനെ ആരാധിച്ചു.
അനന്തരം സാമുവേൽ കൽപ്പിച്ചു, അമലേക്യരുടെ രാജാവായ അഗാഗിനെ ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുക. അഗാഗ് സന്തുഷ്ടനായി അവൻ്റെ അടുക്കൽ വന്നു മരണം ഒഴിഞ്ഞുപോയല്ലോ എന്ന് ആശ്വസിച്ചു. സാമുവേൽ പറഞ്ഞു, നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതയാക്കിയതുപോലെ നിന്റെ അമ്മയും സന്താനരഹിതയാവട്ടെ. അനന്തരം സാമുവേൽ ഗിൽഗാലിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് അഗാഗിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് അവൻ റാമായിലേക്ക് പോയി, സാവൂൾ ഗിബെയായിലുള്ള തൻ്റെ വീട്ടിലേക്ക്. സാമുവേൽ പിന്നീട് ഒരിക്കലും സാവൂളിനെ കണ്ടിട്ടില്ല. അവനെ ഓർത്ത് സാമുവേൽ ദുഃഖിച്ചു. സാവൂളിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു. അധ്യായം 16. ദാവീദിൻ്റെ അഭിഷേകം. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജെസ്സിയുടെ അടുത്തേക്ക് അയക്കും. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെയും കൂട്ടി കൊണ്ടുപോവുക. കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജെസ്സിയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബെത്ലഹേമിലെത്തി. നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു. അവർ ചോദിച്ചു, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ, അവൻ പറഞ്ഞു, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവേൻ. അനന്തരം അവൻ ജെസ്സയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു. അവൻ വന്നപ്പോൾ സാമുവേൽ എലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജെസ്സെ അബിനാദാബിനെ സാമുവേലിൻ്റെ മുൻപിൽ വരുത്തി. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവേൽ പറഞ്ഞു. പിന്നെ ജെസ്സെ ഷമ്മായെ വരുത്തി. കർത്താവ് തിരഞ്ഞെടുത്തവനല്ലാത്ത ഇവനും എന്ന് അവൻ പറഞ്ഞു. ജെസ്സെ തൻ്റെ 7 പുത്രന്മാരെയും സാമുവേലിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ ജെസ്സയോട് പറഞ്ഞു, ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു. ഇനി ഇളയ മകനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവൻ പറഞ്ഞു. അവനെ ആളയച്ചു വരുത്താൻ സാമുവേൽ ആവശ്യപ്പെട്ടു. അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ജെസ്സെ അവനെ ആളയച്ചു വരുത്തി. പവിഴനിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. സാമുവേൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. സാമുവേൽ റാമായിലേക്ക് പോയി. ദാവീദ് സാവൂളിനോടൊത്ത്. കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ആത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു, ദൈവം വരച്ച ഒരാത്മാവ് അങ്ങേ പീഡിപ്പിക്കുന്നു. ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം. ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും. കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു. ബെത്ലഹേംകാരനായ ജെസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ്. കർത്താവ് അവനോട് കൂടെയുണ്ട്. സാവൂൾ ജെസ്സയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട്, ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കുക എന്ന് അറിയിച്ചു. ജെസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറേ അപ്പവും ഒരു പാത്രം വീഞ്ഞും ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിൻ്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു. സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദാവീദ് അവൻ്റെ ആയുധവാഹകനായി തീർന്നു. സാവൂൾ ജെസ്സയുടെ അടുക്കൽ ആളയച്ച്, ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു, അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു. ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. അധ്യായം 17. ദാവീദും ഗോലിയാത്തും. ഫിലിസ്ത്യർ യുദ്ധത്തിന് സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി. അവർ യൂദായുടെ സൊക്കോയിൽ സമ്മേളിച്ച് സൊക്കോയ്ക്കും അസെക്കായ്ക്കും മധ്യേ എഫെസ്ദമ്മീമിൽ പാളയമടിച്ചു. സാവൂളും ഇസ്രായേല്യരും ഏലാ താഴ്വരയിൽ പാളയമടിച്ച് അവർക്കെതിരെ അണിനിരന്നു. താഴ്വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മലകളിൽ ഫിലിസ്ത്യരും ഇസ്രായേല്യരും നിലയുറപ്പിച്ചു.
അപ്പോൾ ഫിലിസ്തീയ പാളയത്തിൽ നിന്ന് ഗത്തുകാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുൻപോട്ട് വന്നു. 6 മുഴവും 1 ചാണും ഉയരമുണ്ടായിരുന്നു അവന്. അവൻ്റെ തലയിൽ ഒരു പിത്തളത്തൊപ്പിയുണ്ടായിരുന്നു. 5000 ശെക്കൽ തൂക്കമുള്ള പിച്ചള കവചമാണ് അവൻ ധരിച്ചിരുന്നത്. അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ടിന് നെയ്ത്തുകാരൻ്റെ ഉരുളിൻ്റെ ഘനവും അതിൻ്റെ ഇരുമ്പുമുനയ്ക്ക് 600 ശെക്കൽ ഭാരവും ഉണ്ടായിരുന്നു. പരിച വഹിക്കുന്നവൻ അവൻ്റെ മുൻപേ നടന്നിരുന്നു. ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു, നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ഞാനൊരു ഫിലിസ്ത്യനാണ്. നിങ്ങൾ സാവൂളിൻ്റെ സേവകരല്ലേ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കുക, അവൻ എന്നെ നേരിടട്ടെ. അവൻ എന്നോട് പൊരുതി എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാകാം. ഞാൻ അവനെ തോൽപ്പിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമവേല ചെയ്യണം. അവൻ തുടർന്നു, ഇസ്രായേൽ നിരകളെ ഞാൻ വെല്ലുവിളിക്കുന്നു, എന്നോട് യുദ്ധം ചെയ്യാൻ ഒരാളെ വിടുവിൻ. അവൻ്റെ വാക്കുകൾ കേട്ട് സാവൂളും ഇസ്രായേലരും ഭയചകിതരായി. യൂദയായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഹെഫാത്യനായ ജെസ്സിയുടെ മകനായിരുന്നു ദാവീദ്. ജെസ്സയ്ക്ക് 8 മക്കളുണ്ടായിരുന്നു. സാവൂളിൻ്റെ കാലത്ത് അവൻ വൃദ്ധനായിരുന്നു. അവൻ്റെ പുത്രന്മാരിൽ മൂത്ത 3 പേർ സാവൂളിനോടൊത്ത് യുദ്ധരംഗത്തുണ്ടായിരുന്നു. ആദ്യജാതനായ ഏലിയാബ്, അബിനാദാബ്, ഷമ്മ. ദാവീദ് ഏറ്റവും ഇളയവനായിരുന്നു. മൂത്ത 3 പേർ സാവൂളിനോടൊത്തുണ്ടായിരുന്നു. ദാവീദ് പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ സാവൂളിൻ്റെ അടുക്കൽ നിന്ന് ബെത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ഗോലിയാത്ത് 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ജെസ്സെ ദാവീദിനോട് പറഞ്ഞു, 1 എഫാ മലരും 10 അപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക. അവരുടെ സഹസ്രാധിപന് 10 പാൽക്കട്ടിയും കൊണ്ടുപോവുക. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്ന് ഒരടയാളവും വാങ്ങി വരിക. സാവൂളും ദാവീദിൻ്റെ സഹോദരന്മാരും മറ്റു ഇസ്രായേലരും ഏലാ താഴ്വരയിൽ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുകയായിരുന്നു. പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു. അവൻ പാളയത്തിലെത്തുമ്പോൾ സൈന്യം പോർ വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലരും ഫിലിസ്ത്യരും യുദ്ധസന്നദ്ധരായി മുഖാഭിമുഖം അണിനിരന്നു. കൊണ്ടുവന്ന പൊതി പടക്കോപ്പ് സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് ദാവീദ് യുദ്ധരംഗത്ത് ഓടിച്ചെന്ന് തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമ അന്വേഷണം നടത്തി. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഗത്തിൽ നിന്നുള്ള ഗോലിയാത്ത് എന്ന ഫിലിസ്ത്യ മല്ലൻ മുന്നോട്ട് വന്ന് മുൻപത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു. ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേൽ ഭയന്നോടി. അവർ പറഞ്ഞു, ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ? അവൻ ഇസ്രായേലിനെ നിന്ദിക്കാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും. തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ദാവീദ് അടുത്ത് നിന്നവരോട് ചോദിച്ചു, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിനെ വരുത്തിയിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്ത് കിട്ടും? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിചിതൻ ആരാണ്? അവനെ കൊല്ലുന്നവന് മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു. ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു. അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു, നീ എന്തിനിവിടെ വന്നു? കുറെ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു? നിന്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം. നീ വന്നത് യുദ്ധം കാണാനല്ലേ? ദാവീദ് ചോദിച്ചു, ഞാനിപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്ക് പറഞ്ഞതല്ലേയുള്ളൂ. അവൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞ് വേറൊരുവനോട് ആ മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു. എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു. ദാവീദിൻ്റെ വാക്കു കേട്ടവർ സാവൂളിനെ അതറിയിച്ചു. രാജാവ് അവനെ വിളിപ്പിച്ചു. ദാവീദ് സാവൂളിനോട് പറഞ്ഞു, അവനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട. ഈ ഫിലിസ്ത്യനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യാം. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഈ ഫിലിസ്ത്യനെ നേരിടാൻ നീ ശക്തനല്ല, നീ ചെറുപ്പമല്ലേ? അവനാകട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ്. ദാവീദ് വീണ്ടും പറഞ്ഞു, പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ അതിൻ്റെ ചടക്കി പിടിച്ചടിച്ച് കൊല്ലും. അങ്ങയുടെ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിച്ഛേദിതനായ ഈ ഫിലിസ്ത്യൻ അവയിലൊന്നിനെ പോലെയാകും. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, പോവുക, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അനന്തരം സാവൂൾ തൻ്റെ പോർച്ചട്ട ദാവീദിനെ അണിയിച്ചു. ഒരു പിച്ചളത്തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു.
തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു. പോർച്ചട്ടയും വാളും ധരിച്ച് ദാവീദ് നടക്കാൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. അതവന് പരിചയമില്ലായിരുന്നു. ഇതൊന്നും പരിചയമില്ലാത്തതിനാൽ ഇവ ധരിച്ച് നടക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അവൻ സാവൂളിനോട് പറഞ്ഞു. അവനത് ഊരിവെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് സഞ്ചിയിലിട്ടു. കവിണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഫിലിസ്ത്യനെ സമീപിച്ചു. ഗോലിയാത്ത് ദാവീദിനോടടുത്തു. ആയുധവാഹകൻ മുൻപേ നടന്നു. ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്ത്യന് പുച്ഛം തോന്നി. എന്തെന്നാൽ അവൻ തുടുത്തു കോമളനായ ഒരു കുമാരൻ മാത്രമായിരുന്നു. ഗോലിയാത്ത് ദാവീദിനോട് ചോദിച്ചു, എൻ്റെ നേരെ വടിയുമായിട്ട് വരാൻ ഞാനൊരു പട്ടിയാണോ? അവൻ തന്മാരുടെ പേര് ചൊല്ലി ദാവീദിനെ ശപിച്ചു. അവൻ ദാവീദിനോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്റെ മാംസം പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും, നിന്റെ തല വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കുന്നതെന്ന് ഈ ജനതതി മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്. അവിടുന്ന് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. തന്നെ നേരിടാൻ ഫിലിസ്ത്യൻ അടുക്കുന്നത് കണ്ട് ദാവീദ് അവനോട് എതിർക്കാൻ വേഗത്തിലോടി മുന്നണിയിലെത്തി. ദാവീദ് സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്ത് കവണയിൽ വെച്ച് ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി. അവൻ മുഖം കുത്തി നിലം പതിച്ചു. അങ്ങനെ ദാവീദ് കല്ലും കവണയുമായി ഗോലിയാത്തിനെ നേരിട്ട് അവനെ എറിഞ്ഞു വീഴ്ത്തി. അവൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി വെട്ടിമുറിച്ചു കൊന്നു. ഫിലിസ്ത്യർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു. ഇസ്രായേലിലെയും യൂദയായിലെയും ആളുകൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ഗത്ത്, എക്രോണിൻ്റെ കവാടം എന്നിവിടം വരെ ഫിലിസ്ത്യരെ പിന്തുടർന്നു. ഷറായി മുതൽ ഗത്തും എക്രോണും വരെയുള്ള വഴികളിൽ ഫിലിസ്ത്യർ മുറിവേറ്റു വീണു. ഫിലിസ്ത്യരെ അനുധാവനം ചെയ്ത് മടങ്ങി വന്നതിനു ശേഷം ഇസ്രായേലിൽ അവരുടെ പാളയം കൊള്ളയടിച്ചു. ദാവീദ് ഗോലിയാത്തിൻ്റെ തല ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. കവചം കൂടാരത്തിൽ സൂക്ഷിച്ചു. ദാവീദ് ഗോലിയാത്തിനെ എതിർക്കാൻ പോകുന്നത് കണ്ടപ്പോൾ സാവൂൾ സൈന്യാധിപനായ അബിനേറിനോട് ചോദിച്ചു, അബിനേർ ആരുടെ മകനാണ് ഈ യുവാവ്? തനിക്കറിഞ്ഞുകൂടെന്ന് അവൻ പ്രതിവചിച്ചു. ആ യുവാവ് ആരുടെ മകനാണെന്ന് അന്വേഷിക്കാൻ രാജാവ് കൽപ്പിച്ചു. ഗോലിയാത്തിനെ വധിച്ചു മടങ്ങി വന്ന ദാവീദിനെ അബ്നേർ സാവൂളിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഫിലിസ്ത്യൻ്റെ ശിരസ്സും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. സാവൂൾ അവനോട് ചോദിച്ചു, നീ ആരുടെ മകനാണ്? അങ്ങയുടെ ദാസനായ ബെത്ലഹേംകാരൻ ജെസ്സിയുടെ മകനാണ് ഞാൻ എന്ന് ദാവീദ് പറഞ്ഞു.